അപ്പോൾ ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട, അയ്യോ പൊട്ടിപ്പോയി, എഗ്ഗ് പൊട്ടിച്ചപ്പോൾ എൻ്റെ കൈ കൊണ്ടിട്ട് എൻ്റെ ഉണ്ണി പൊട്ടിപ്പോയതാട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ചേർക്കുന്നത്. ഒന്നല്ലെങ്കിൽ 100 ml പാൽ ചേർക്കുക. 100 ml പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ടേബിൾ സ്പൂണാണ്. അപ്പോൾ പിന്നെ എക്സ്ട്രാ 1 ടേബിൾ സ്പൂണും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ ടോട്ടൽ 9 ടേബിൾ സ്പൂൺ പാൽ. 3 4 5 6 7 8 9. അതിപ്പോൾ കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുപ്പിച്ച പാലോ ഏത് പാലായിരുന്നാലും കുഴപ്പമില്ല. ഞാൻ അടുത്തതിലേക്ക് വേണ്ടത് സവോളയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു സവോളയുടെ പകുതിയാണ് എടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നമ്മളിനി ഇത് പരത്തിയിട്ടൊക്കെയാണ് നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുള്ളൂ. വലിയ പീസുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിപ്പോട്ടാ. അപ്പോൾ നല്ല നിരവെന്ന് തന്നെ കട്ട് ചെയ്യുക. കട്ടിങ് ബോർഡും വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതേപോലെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ സവോളയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നും തോന്നണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ സവോള ചേർത്തിട്ടുണ്ടാക്കി. അപ്പോൾ നല്ലൊരു സവോളയ്ക്ക് പിന്നെ മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലഞ്ച് മീനിൻ്റെ വ്ളോഗായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കുമ്പളങ്ങി വെച്ചിട്ട് 2 റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൻപയർ വെച്ചിട്ട് ഒരു വൻപയർ ഒലത്തിയിട്ടെടുക്കുന്നത്. സാധാരണ നമ്മൾ ഒലത്തിയിട്ടെടുക്കുന്ന പോലെയല്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി കുമ്പളങ്ങയുടെ ഒരു കറിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനി ഞാനിതിലേക്ക് വെളുത്തുള്ളി 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ എന്നാൽ മാത്രമേ ഇത് നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യുള്ളൂ. കാരണം ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നമ്മളത് വറുത്ത് കോരിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ ഇതൊക്കെ അങ്ങോട്ട് മൊരിയുള്ളൂ. മൊയ്യത് മാത്രമല്ല ഇതിൻ്റെ നമ്മുടെ ഡോയുടെ ഉള്ളിൽ ഇതൊക്കെ പിടിച്ചിരിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് വേണ്ടത്. ഇത്രയ്ക്ക് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. മല്ലിയില ഇരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അതിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തിട്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ് വേണ്ടത്. ഉപ്പ് 1 ടീസ്പൂൺ അത്രയ്ക്ക് തന്നെ ചേർക്കണം. പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ 3/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഇറ്റാലിയൻ ഹെർബ്സ് ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ലേ, ഞാനിപ്പോൾ ഇതിലേക്ക് പാഴ്സലിയാണ് ചേർക്കുന്നത്. അതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പാഴ്സലി തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ഒരു പാക്കറ്റായിട്ട് അതിനകത്ത് കുറേ ഹെർബ്സൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഇത് ചേർക്കുന്നത് ചീസ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഞാനിവിടെ മൊസറോള ചീസാണ് ചേർക്കുന്നത്. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ചീസ് ഉണ്ടല്ലോ, ഇത് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പ് ചേർത്താലും കുഴപ്പമില്ല. ഒരു 2 കപ്പ് വരെ ചേർക്കുക. കൂടുതൽ ചീസ് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഈ മുട്ടയ്ക്ക് ഒന്ന് മിക്സായിട്ട് വരണമല്ലോ. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി ചേർക്കും. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല. രണ്ടും സെയിം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ മൈദപ്പൊടി എന്ന് പറയുള്ളൂ. ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി എന്ന് പറഞ്ഞിട്ട്
അവിടുത്തെ സ്റ്റോറിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് അവിടുത്തെ കടകളിലൊക്കെ കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി. പൊടി എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ടുള്ള അളവ് എടുക്കണം കേട്ടോ. ഇങ്ങനെ കുമ്പാരം പോലെ നിൽക്കരുത്. 1 കപ്പ് കൂടി ചേർക്കാം. ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചിട്ടെടുക്കില്ല, അതേപോലെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ കറക്റ്റ് അളവ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 ടേബിൾ സ്പൂൺ പാൽ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എങ്ങാനും നിങ്ങൾ എടുത്തിട്ട് അത് നമുക്ക് ചപ്പാത്തിയുടെ മാവ് പോലെ അങ്ങോട്ട് കുഴയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വടിച്ചിട്ടുള്ള അളവ് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഞാൻ ഈ ബൗൾ വെച്ചിട്ട് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കൗണ്ടർ ടോപ്പുമ്മേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് പോലെ എടുക്കും. കാരണം ഈ ബൗൾ വെച്ചിട്ട് അങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് പറ്റില്ല. നല്ല കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ട്. നമ്മുടെ ഈ പാൻ്റെ അടിയിലായിരുന്നാലും ഒട്ടും പിടിക്കരുത്. ഇതിലേക്ക് നമ്മൾ ചീസൊക്കെ ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഈ ഡോ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഒരു സിപ്ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ എന്താ ഇതിങ്ങനെ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത് അല്ലാത്ത ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് തോന്നാം. കുറേ ഇങ്ങനെ ക്രാക്കൊക്കെ ഉണ്ടാകും. നന്നായിട്ട് കുഴച്ച് വന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ വരും. അതേപോലെ വരണം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്യാമോന്ന്. ഗോതമ്പ് പൊടിയിലും ചെയ്യാം, പക്ഷേ മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്നും സ്ഥിരം കഴിക്കുന്നതല്ലല്ലോ. നമ്മൾ ബേക്കറിയിലൊക്കെ പോയാലും നമുക്ക് എല്ലാ സാധനങ്ങളും, ഇപ്പോൾ പിസ്സ ആയിരുന്നാലും എല്ലാ സാധനങ്ങളും നമുക്ക് മൈദയിലല്ലേ കിട്ടാം. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റിൽ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടിയിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തൊക്കെ നോക്കിയിട്ട് നല്ല സാധനങ്ങൾ നോക്കിയിട്ട് കഴിക്കുക. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ പറയും ടേസ്റ്റ് ഇല്ലയെന്ന് പറയും. എന്നാൽ പുറത്ത് പോയിട്ട് അവർ കഴിക്കുമ്പോൾ പറയും അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കേണ്ടത്. ഞാൻ നോക്കിക്കേ ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ 2 അതേപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ 2 കവർ എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് പരത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്താനും അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതൊരു സിപ്ലോക്കിൻ്റെ ഒരു കവറായിരുന്നു 2ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഡോ ഉണ്ടല്ലോ, ഈ ഡോ ഒന്ന് ഞാൻ പകുതി നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഒന്നുകൂടി കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇത് കവറിൻ്റെ മുകളിൽ വയ്ക്കുക. കൈ കൊണ്ട് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് പരത്താം. അടുത്ത കവറ് മുകളിൽ വയ്ക്കും. ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് പരത്താം. ചപ്പാത്തിയുടെ പോലെ അത്രയ്ക്കാണ്ട് കനം കുറയ്ക്കണ്ട, ഒരു ഇച്ചിരി കനം വേണം. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി ചപ്പാത്തിനേക്കാൾ ഒരു ഇച്ചിരി കനത്തിലല്ലേ പരത്താം, അതേപോലെ പരത്തിയിട്ടെടുക്കും. അപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ കവറാണ്ട് മാറ്റാം. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിൽ നമ്മൾ ഇട്ട വഴിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറും. ഉള്ളിൽ നമുക്ക് ശരിക്കാണ്ട് വെന്ത് കിട്ടില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടുകയും ചെയ്യും.
വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഈ ഓയിലിന് നല്ലൊരു ചൂടുണ്ടാവണം, അത്രയ്ക്കേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എൻ്റെ വലിയ ബർണറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കുന്നത്. നോക്കി നന്നായിട്ട് വീർത്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിൽ ചെയ്യുന്നത് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളർ മാറും. ഉള്ളിൽ നമുക്ക് ശരിക്കും ആ സവോളയ്ക്ക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതൊന്നും നമുക്ക് ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞിട്ടില്ല. പിന്നെ ചീസ് എത്ര കൂടുതൽ ചേർക്കണോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയ്ക്ക് ചീസ് എന്തായിരുന്നാലും ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ചീസിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് വരുമ്പോൾ നല്ല രസം ഉണ്ടാവുക. ഇത് കഴിക്കുമ്പോൾ ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കുക, അതാണ് എനിക്ക് ഇഷ്ടം. ചൂടാറുന്നതിനേക്കാളും നല്ലത്. പിച്ചയൊക്കെ ആയിരുന്നാലും നമ്മൾ ചൂടാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി പുറത്ത് നന്നായിട്ട് മരിഞ്ഞിരിക്കും. ഉള്ളിൽ നമ്മൾ ചീസ് ചേർത്തുണ്ടല്ലോ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കെച്ചപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സോസിലോ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പൊട്ടറ്റോ ചേർത്തിട്ട് വേറൊരു സ്നാക്ക് റെസിപ്പി ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു ചീസി സോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ സോസിൽ മുക്കി ഡിപ്പ് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല ചീസി സോസാണ്. അത് റെഡിയാക്കിയിട്ട് എടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ സോസ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ കച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അപ്പോൾ ഗാർലിക്ക് ചേർക്കുമ്പോൾ നമ്മൾ 2 ഗാർലിക്കല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ഗാർലിക്ക് ചേർത്തോട്ടെ. ഞാൻ വലിയ ഗാർലിക്കാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഗുമ്മുണ്ടാവും. നമ്മുടെ കോഴികളൊക്കെ കൂട്ടി കയറാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 7:30 ആയിട്ടുണ്ട്. എല്ലാവരും കൂട്ടി കയറാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടിയിട്ട് പുല്ല് കഴിക്കാൻ തന്നെ ഈ കാണണത്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു മൊയിൽ നിൽക്കുന്നുണ്ട് അവിടെ. നല്ല ഇരുട്ടായി കഴിഞ്ഞിട്ട് ഇവർ കൂട്ടിൽ കയറുള്ളൂ. കുറച്ച് പേര് ഇവിടെയുള്ളൂ, കുറച്ച് പേര് അപ്പുറത്തുണ്ട്. കുറച്ച് പേര് കൂട്ടി കയറാനുള്ള തയ്യാറെടുപ്പാണ്. നല്ല ഇരുട്ടാകുമ്പോൾ താനെ കയറിക്കോളും. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ കയറ്റൽ പതിവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ കയറ്റുമ്പോൾ പിന്നെ നമ്മൾ കയറ്റണം. ഇതാകുമ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് കൂടടക്കി.
ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ബ്രീഡ് കോഴികളാണ് കേട്ടത്. നമ്മുടെ മൊയിലുംകുട്ടൻ ദേ അവിടെ നിൽക്കണം. ഇവിടെ 2 ആഴ്ച, ഇന്നിപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുല്ലുകളൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട്. സ്പ്രിങ്ക്ലറൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കോഴി നമ്മുടെ സ്പെഷ്യൽ ബ്രീഡ് കോഴിയാട്ടോ, സാധാരണ കോഴികളല്ല ഇവർ.